അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നിത്യജീവിതത്തിൽ ഉപകാരപ്രദമാവുന്ന ഒരു ചെറിയ ചെറിയൊരു അറിവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറാനുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ഏത് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സഫലീകരിച്ച് കിട്ടാൻ വേണ്ടി പരിശുദ്ധമാക്കപ്പെട്ട അസ്മാഉൽ ഹുസ്നയിലെ യാ സമദു യാ അല്ലാ എന്ന പ്രധാനപ്പെട്ട ഒരു 1000 തവണ ചൊല്ലുക. നിത്യജീവിതത്തിൽ ഈ ഇസ്മിനെ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു തആല ഒരുപാട് നിയമത്തുകൾ ഇറക്കി തരുന്നതാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കാൻ ഈ ഇസ്മിനെ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ. നമ്മുടെ ചുറ്റുപാടുകളിൽ പലരും, നമ്മുടെ കൂട്ടുകാരും അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്കാരുമെല്ലാം വളരെയധികം സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. അവരുടെ ജീവിതശൈലിയെല്ലാം കാണുമ്പോൾ പലപ്പോഴും നമ്മളും ആഗ്രഹിക്കാറില്ലേ, അതുപോലെയുള്ള സന്തോഷം നിറഞ്ഞ ജീവിതം നമുക്കും ലഭിക്കണം, സന്തോഷമുള്ള ഒരു ഭവനം നമുക്ക് ലഭിക്കണം, നല്ലൊരു വാഹനം ലഭിക്കണം, നമ്മുടെ മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ഉയർന്ന ജീവിത രീതിയും ഉണ്ടാവണം. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ കൽബിനകത്തുണ്ടാകും. ഇങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ഏതൊരാഗ്രഹവും സഫലീകരിച്ച് കിട്ടാൻ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസിലെ 2ാമത്തെ ആയത്തായ അല്ലാഹു സമദ് എന്ന ഈ ഒരു ആയത്തിനെ 1000 തവണ ചൊല്ലുക. ഇനി നമുക്ക് ഈ ഒരു ആയത്ത് ചൊല്ലേണ്ട രൂപം പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് അല്ലാഹു സമദ് അല്ലാഹു സമദ് എന്നിങ്ങനെ 1000 തവണ ചൊല്ലുക. അതിനുശേഷം ഈ സൂറത്ത് മുഴുവൻ പാരായണം ചെയ്യുക. അതിനുശേഷം 7 ഫാത്തിഹ കൂടി ഓതുക. ഈ രീതിയിലാണ് ഈ അമല് നമ്മൾ ചെയ്യേണ്ടത്. ശേഷം അള്ളാഹുവിലേക്ക് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അള്ളാഹു നമുക്ക് എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സഫലീകരിച്ച് തരുന്നതാണ്. ഇത് പതിവാക്കിയാൽ അള്ളാഹു നമ്മളെ ഏറ്റെടുക്കും. ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരിക്ക് ഞാനിത് പറഞ്ഞു കൊടുത്തു. അവൾക്കും ഫലം കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണിത്. അൽഹംദുലില്ലാ. ഞങ്ങളുടെ ദുആ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം തരുന്നതാണ്. പലപ്പോഴും പല ബുദ്ധിമുട്ടുകൾ കാരണം നമ്മുടെ കൽബ് ഒരുപാട് വേദനിക്കാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഈ ദിക്റിനെ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ. ഉറപ്പായിട്ടും ജീവിതത്തിൽ മാറ്റം കാണാവുന്നതാണ്. ഇനി നിങ്ങൾ ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ സത്യമാണോ എന്ന ഒരു ചിന്തയും വേണ്ട. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്ന വിശ്വാസത്തോടെ ഈ ദിക്ർ ചൊല്ലാനും ദുആ ചെയ്യാനും തുടങ്ങിക്കോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകരിക്കുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.